ഗുഡ് മോർണിംഗ്. ഞാൻ മറിയ കൊച്ചിൻ രാവിലെ എഴുന്നേറ്റു. മറിയ കൊച്ചു ഉണർത്തി എന്ന് പറയുന്നതാണ് ശരി. ഇന്ന് മറിയ കൊച്ചിന്റെ എന്തോന്ന് ഫസ്റ്റ് കാനഡ ഡേ ആണ് അല്ലേ? ഇന്ന് ജൂലൈ 1 ആണ്. കാനഡ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാനഡയില്. ഈ കാനഡ ഡേ എന്ന് പറയുമ്പോൾ 4 പ്രൊവിൻസുകൾ ചേർന്ന് കാനഡയെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച ദിവസമാണ്. ഐ തിങ്ക് 1967 സംതിങ് അങ്ങനെ എന്തോ ആണ് കാനഡ ഡേ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ മറിയ കൊച്ചിന്റെ ഫസ്റ്റ് കാനഡ ഡേ ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഒന്നൊരു ചെറിയൊരു വാക്കിനൊക്കെ പോകാന്ന് വിചാരിച്ചു രാവിലെ. ഇവിടെ ഇന്ന് ഭയങ്കര സെലിബ്രേഷൻ ആണ്. നമ്മുടെ രാജ്യത്തില് ഓഗസ്റ്റ് 13 പോലെ പരേഡ് ഉണ്ട്, പിന്നെ ഫയർ വർക്ക്സ്. ഓഗസ്റ്റ് 13 എന്റെ ബർത്ത്ഡേ. അപ്പം 15 പോലെ 15 എന്താണ് പരേഡ് ഉണ്ട്, ഫയർ വർക്ക്സ് ഉണ്ട് വൈകുന്നേരം, പിന്നെ ഡ്രോൺ ഷോ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇന്നാണ് ഫാമിലീസ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്ന് ലീവായിരിക്കും. അപ്പം ഭയങ്കര സെലിബ്രേഷൻ ആണ് ഇന്ന് ഇവിടെ ഫാമിലി ആയിട്ട്. പിന്നെ വണ്ടികളിലെല്ലാം ഫ്ലാഗ് ഒക്കെ വെച്ചായിരിക്കും ഓട്ടിക്കുന്നത് അല്ലേ മറിയ കൊച്ച്? നമ്മൾ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ കൊടി വെച്ചിട്ട് വണ്ടിയൊക്കെ ഓട്ടിക്കുന്നത് പോലെയും പരേഡ് പോലെയും അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഒരു സെലിബ്രേഷൻ ആണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു മറിയ കൊച്ചിന്റെ ഫസ്റ്റ് കാനഡ ഡേ അല്ലേ, അതൊരു മെമ്മറബിൾ ആയിട്ട് നമുക്കൊരു നല്ല വിഷ്വൽ ബ്യൂട്ടിയിൽ ഇന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഇഷ്ടപ്പെട്ടു മറിയ കൊച്ചിന്. ശരിക്കും നോക്ക്, അത് ഞാൻ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. മറിയ കൊച്ചി ഇപ്പം കളിക്കുന്ന ഈ ടോയ് ആണ് അൽപാക്കാസ. നമ്മുടെ നാട്ടിൽ ലാമ എന്ന് പറയും ഐ തിങ്ക് അല്ലേ? ലാമ അല്ലേ? ചെമ്മരിയാടിന്റെ കഴുത്ത് ഇത്തിരി കൂടെ ജിറാഫിനെ പോലെ നീണ്ടൊരു സാധനം. പറ്റുവാണെങ്കിൽ നമുക്ക് മറിയ കൊച്ചോട്ട് ഒരു ദിവസം അവിടെ പോകണം. നമ്മളിത് മേടിച്ചെടുത്ത് പോവാ. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോവാ, നമ്മള് പോകും. ഇത് കടിക്കണ്ട ആവശ്യം. ബാബാ പെട്ടെന്ന് എഴുന്നേറ്റ് ബാ, നമുക്ക് വാക്കിന് പോവാൻ സമയമായി. ഇന്നെനിക്ക് ജോലിയുണ്ട്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. മറിയെ കുറിച്ചുണ്ടല്ലോ ഇരിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ്. ഇപ്പൊ ഇന്നലെ ഇരുന്നു, പക്ഷെ അത് ആ മെമ്മറി ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇരുന്നു, പിന്നെ മറിയെ കുറിച്ച് ഫ്രണ്ടിലോട്ട് എഴയാൻ തുടങ്ങി. സോ മെനി അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ. ഹാപ്പി കാനഡ ഡേ മറിയെ കൊച്ച്, ഹാപ്പി കാനഡ ഡേ. കാനഡ ഡേ ഒക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് പല്ലൊക്കെ തേച്ചളെ. എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം ചായ കുടിച്ചിട്ടേ പല്ല് തേക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പല്ല് തേക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നടക്കാനായി. അപ്പം ജസ്റ്റ് ചായ കുടിച്ചു, നടന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കുക. അപ്പം കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ കിട്ടാറുള്ളൂ, രാവിലെ ഫ്രീ ആയിട്ട് ഒരുമിച്ച്. അതായത് രാവിലെ കുറച്ച് സമയം ഫ്രീ ആയിരിക്കും, അത് ജോലിക്ക് പോകണം, ഭയങ്കര തിരക്ക് പിടിച്ചൊരു ലൈഫാണ് കാനഡ ലൈഫ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം കേൾക്കുന്ന കാനഡയിൽ ഇല്ലാത്ത എല്ലാവരും വിചാരിക്കും അത് ഭയങ്കര യൂഷ്വലായിട്ടുള്ളൊരു കാര്യമാണല്ലോ, നമ്മളെന്നും വൈകുന്നേരം ഫാമിലി ആയിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേന്ന്. ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് എനിക്ക് തോന്നുന്നു മീൻസ് ഒരു 16-18 വയസ്സൊക്കെ ആകുമ്പം എല്ലാ പിള്ളേരും സെപ്പറേറ്റ് ആയിട്ട് റെൻറ്റിനൊക്കെ പോയി നിൽക്കും. അപ്പം പിന്നെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പാരൻസിൻ്റെ അടുത്തൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് പാരൻസിനെ മീറ്റ് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിലാണ് ഈ പാരൻസുമായിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നതും ഒരു ഡിന്നർ കഴിക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇന്ന് അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ പ്രായമായി ഓൾഡ് ഏജ് ഹോമിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ന് അവരുടെ പിള്ളേർ കാണാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഡേ ആണിന്ന്. അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ പോകുന്നു. ഇവിടെ യൂഷ്വലി ചേച്ചി റെഡും വൈറ്റ് ഒക്കെ ഇട്ട് എവിടെയോ പിക്നിക്കിന് പോവാണ്. മീൻസ് റെഡും വൈറ്റും നമ്മൾ ഇവിടെ ഫ്ലാഗിൽ വരുന്ന കളറാണ് റെഡും വൈറ്റും. അപ്പം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും, പക്ഷെ നമുക്ക് അവരെ കാണിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രൈവസിയൊക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പം അത് നമ്മൾ ഇവിടെ അനുവാദം ഇല്ലാതെ അവരെ കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് അവർക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം ഗൈസ്. വെറുതെ എന്തിനാണ്. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോവാണ്. ഇവിടേക്ക് വെച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണ്, കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ
കണ്ണടിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചായിരിക്കും മറൈ കൊച്ചിരിക്കുന്നത്. മറൈ കൊച്ച് ക്യൂട്ടായിട്ടുള്ളൊരു കണ്ണാടിയൊക്കെ വെച്ചാണ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളോട്ട് കിടക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഇങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. നടക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരാളെ നോക്കിയാണ് കണ്ണാടി വെച്ചിരുന്ന് ഉറങ്ങുകയായിരുന്നു. മറിയ കൊച്ചങ്ങനെ ആസ്വദിച്ച് ഉറങ്ങി. ഞങ്ങൾ വിചാരിച്ചു മറിയ കൊച്ചിനെ കുറച്ചു നേരം കിടത്തിയിട്ട് കുക്കിങ് കാര്യങ്ങളോട്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കിടത്തിയപ്പം തന്നെ എഴുന്നേറ്റു മറിയ കൊച്ച്. മറിയ കൊച്ചിൻ നടക്കുമ്പോൾ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലേ മറിയ കൊച്ചെ? മറിയ കൊച്ചെ, മറിയ കൊച്ചെ, എന്തോ അത്? അങ്ങനെ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ മറിയ കൊച്ച് എന്നെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഭയങ്കര സന്തോഷം. ഉച്ചക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണെങ്കിൽ വേണ്ട ചെമ്മീൻ മാങ്ങാക്കറി ചെഞ്ചു സെറ്റാക്കി. ഉച്ചക്ക് ചെമ്മീൻ മാങ്ങാക്കറിയും കൂട്ടിയിട്ടുള്ള ഫുഡാണ് ഗൈസ്. കാനഡ ഡേ നമ്മൾ പൊളിക്കും. വീട്ടിലാണെങ്കിൽ കുക്കിംഗ് ആയതുകൊണ്ട് ചെറിയ ഒരു ക്ഷമയൊക്കെ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം പുറത്തു വന്നിരിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഫുഡ് റെഡിയാവും മറിയ കൊച്ചിൻ്റെയും എൻ്റെയും. എന്നിട്ട് ഞങ്ങൾ പോയി കിഡിലോസ്ക്യൂ ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക്, അല്ലേ മറിയ കൊച്ചേ? വെയിറ്റിംഗ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പേരാണ് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ്. അല്ലെ, മധുരക്കിഴങ്ങല്ലേ? കിട്ടുന്നുണ്ടോ? മധുരക്കിഴങ്ങാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്, അല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മധുരക്കിഴങ്ങാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്. ഇതിന്റെ പേര് മക്കളെ, ഇത് നാട്ടിലൊക്കെ ഉള്ള ഫുഡാണ്. നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ കഴിച്ചോണ്ടിരുന്ന ഒരു ഫുഡാണ്. മധുരക്കിഴങ്ങ് ഇഷ്ടപ്പെട്ടു. മക്കളെ, പുതിയ പരിപാടി മറിയ കൊച്ച് തുടങ്ങിയിട്ടുണ്ട്. തുപ്പുക. അരുത് അരുത്. ആഹാരം അമൂല്യമാണ്, പാഴാക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന്റെ പേര് എന്തായിരുന്നു? ഇന്ന് ചെയ്ത ഫേഷ്യലിന്റെ പേര് മധുരക്കിഴങ്ങിന്റെ ഫേഷ്യൽ ആയിരുന്നു, അല്ലേ മറിയ കൊച്ചെ? അതിന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഫുഡ് എന്ന് പറയുമ്പം ക്യാരറ്റ് തോരനും പിന്നെ കൊഞ്ചും മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഒരു കൊഞ്ച്, കുറച്ച് തോരൻ, ഒരു പീസ് മാങ്ങ. സൂപ്പർ. ഉച്ചയ്ക്ക് സ്വാദിഷ്ടമായ ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു, പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടു, അല്ലേ? ഇങ്ങോട്ടേക്ക്. ഓ, സുന്ദരിയായി. ഇനി ഒന്ന് ഉറങ്ങാനുള്ള സമയമാണ്. നമുക്കിനി ഒരു ചെറിയ ഉറക്കമാവാം ഇമ്മ, അല്ലേ?
ഉറങ്ങിയാലോ? ഉറങ്ങാൻ നമുക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ കിടക്കുവല്ലേ? ഉറങ്ങിക്കോ ഉറങ്ങിക്കോ മറിയ കൊച്ച്, ഉറങ്ങിക്കോ. അപ്പൊ ഇനി ഉച്ചക്ക് നമ്മൾ 3 പേരും കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ചൊരു ഉറക്കമാണ് അല്ലേ മറിയ കൊച്ചെ? അങ്ങനെ മറിയ കൊച്ച് ഉറക്കം എഴുന്നേറ്റ് നമ്മുടെ ലാമയായിട്ട് കളിക്കുകയാണ് അല്ലേ മറിയ കൊച്ചെ? മറിയമ്മേ മറിയ കൊച്ചെ എടി ഇങ്ങോട്ട് നോക്ക്. മറിയ കൊച്ചെ അങ്ങനെ മറിയ കൊച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ മറിയ കൊച്ചിനെ കാണാൻ വന്നു. അയ്യോ, ഇവർക്ക് പ്രായം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാരും മറിയ കൊച്ചിനെ പോലെ കൊച്ചു മനസ്സാണ്. അപ്പൊ ഇവരെല്ലാരും കൂടെ മറിയ കൊച്ചിന് പാട്ടൊക്കെ പാടി കൊടുക്കുക. എനിക്ക് ഉറക്കമില്ല, എന്നെ ഇറങ്ങാൻ വിടടേന്ന്. ഇനി ഇരിക്കില്ല എന്നെ കണ്ട്. അടി ഞങ്ങളങ്ങനെ എല്ലാരും കൂടെ ഫയർ വർക്ക്സ് കാണാൻ പോവാണ്. മറിയ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കാരണം മറിയ കൊച്ചിന് ഉറങ്ങേണ്ട ടൈമായി. പിന്നെ ഭയങ്കര കൊതുകാണ് പുറത്ത്, അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ മറിയ കൊച്ചു ഭയങ്കര കരച്ചില്ല. ജോയിലാണെങ്കിൽ എന്തോ സാധനം കൊണ്ടുവച്ച് കൊട്ടി കൊച്ചിന്റെ കൊച്ച് പിന്നെ കരഞ്ഞു തുടങ്ങി. ഫ്രെഡി ചേട്ടനാണ് നമുക്ക് സ്ഥലം സെറ്റാക്കി തരുന്നത് കാണാൻ വേണ്ടിയിട്ട്. സിറ്റിയിൽ നിന്ന് പ്രത്യേക പെർമിഷൻ ഉണ്ട് ഫ്രെഡി ചേട്ടന് മാത്രം. VIP ലൈറ്റ് ഇട്ടല്ലേ കാണല്ലോ പറഞ്ഞാൽ ലൈറ്റ് ഇട്ട്. ഞങ്ങൾ പോയപ്പം തന്നെ അവിടെ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്തുള്ള ആ ലേക്കിൻ്റെ അടുത്തുള്ള വീടുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എല്ലാവരും ക്യാമ്പിങ് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എന്താണ് പരിപാടി സംഭവം ഇല്ലാത്തതെന്ന് അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു ഡ്രോൺ ഷോ. അങ്ങനെ ഈ വട്ടം
ഫയർ വർക്ക്സ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തി. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഗൈസ്. വൈകുന്നേരം മറൈ കൊച്ചിലോട്ടൊക്കെ പോകാനിരുന്നതാണ്. പിന്നെ ഭയങ്കരമായിട്ട് മറൈ കൊച്ചി വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം പോയിട്ട് വന്നു. സോ മറൈ കൊച്ചി ഉറങ്ങി. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചെറിയൊരു ബ്രേക്ക്. ബൈ.